ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണകുമാർ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോക്കകത്ത് ഇത് നമ്മുടെ പാർട്ട് 2 ആണ്. പാർട്ട് 2വിനകത്ത് പാർട്ട് 1 കണ്ട ആൾക്കാർ മാത്രം പാർട്ട് 2 കാണുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിനകത്ത് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ പാർട്ട് 1 ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ പാർട്ട് 1 കാണുക. ആൻഡ് ഈ വീഡിയോക്കകത്ത് നമ്മൾ ഈ ഒരു ഡെക്കാ ഡ്യൂറാബിൾ അല്ലെങ്കിൽ നാൻഡ്രലോൺ കോമ്പൗണ്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ ഇപ്പം ഈ വീഡിയോക്കകത്ത് പറയുന്ന പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോക്കകത്തുള്ള അത്രയും ഡാറ്റ ഒരു ഇന്ത്യൻ യൂട്യൂബ് വീഡിയോക്കകത്തും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്രയും കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് വീഡിയോകളിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ ഇതുപോലുള്ള പ്രോപ്പർ സ്റ്റെറോയിഡ് അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു പാർട്ട് 1 കാണുക, പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2 കാണുക. ഇത് പാർട്ട് 2 ആണ്. ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഡെക്കാ ഡ്യൂറാബിളിനെ പറ്റിയാണ് അല്ലെങ്കിൽ നാൻഡർലോണിനെ പറ്റിയാണ്. ഞാൻ പാർട്ട് 1 പറഞ്ഞ കാര്യമാണ് നാൻഡർലോൺ 19 നോർ കോമ്പൗണ്ട്സ് ആണ് ഈ ഡെക്കാ ഡ്യൂറാബിളിന് NPP, നാൻഡർലോൺ ഫീനൈൽ പ്രൊപ്പണേറ്റ്. ഇതിനകത്ത് ഡെക്കേനെ പറ്റിയാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ പറയുന്നത്. കാരണം ഡെക്കയാണ് ഏറ്റവും കോമൺ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സാധനം. NPPയും യൂസ് ചെയ്യുന്നുണ്ട്. NPP കുറച്ചും കൂടെ ഡെക്കയുടെ അത്രയും കോമൺ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സംഭവം ഏകദേശം സെയിം തന്നെയാണ്. NPP എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3 ഡേ ഒക്കെ ഹാഫ് ലൈഫ് വരുമ്പോൾ ഡെക്ക ആണെങ്കിൽ ഒരു 12 ദിവസം വരെയൊക്കെ ഹാഫ് ലൈഫ് വരും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബൾക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് ഡെക്കാ ഡ്യൂറാബിളിനാണ്. ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം ഡെക്കാ ഡ്യൂറാബിളിനാണ്. ഇതിന്റെ വിലയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2000, 2500, 3000 വരെയൊക്കെ പോകാറുണ്ട്. അതിന്റെ റേറ്റ് ഒരു 400 mg 10 ml ഇത് വരുമ്പോഴത്തേക്കും. അപ്പൊ ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു, ഇത് TRTയുടെ ഒപ്പം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇഞ്ചുറി റിക്കവറി അങ്ങനത്തെ ഓരോ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇതൊരു 50 mg മുതൽ 100 mg വരെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ട്. അപ്പോൾ അവരുടെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. മസിൽ ഗെയിൻ ചെയ്യുക എന്നുള്ളതൊന്നുമല്ല അവരുടെ പർപ്പസ് വരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ച് സൈഡ് എഫക്ട്സും ഒട്ടും തന്നെ ചിലപ്പോൾ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് അവരത് 20 ആഴ്ച അല്ലെങ്കിൽ 30 ആഴ്ചയായിട്ട് യൂസ് ചെയ്യും. അത് കൂടുതലും യൂസ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി മെഡിക്കൽ പർപ്പസ് ആ ഒരു ലെവലിലാണ് അത് ചെയ്യുന്നത്. ഇതിന്റെ ബോഡി ബിൽഡിംഗ് ഡോസേജിലേക്ക് വരുമ്പോഴത്തേക്കാണ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആവുന്നത്. ബോഡി ബിൽഡിംഗ് ഡോസേജിലേക്ക് വരുമ്പോഴത്തേക്കും ഒരാഴ്ച 200 mg മുതൽ 500 mg വരെയൊക്കെ ആൾക്കാർ യൂസ് ചെയ്യും. അതിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരു സയന്റിഫിക് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 500 mg വരെയൊക്കെയാണ് ബോഡി ബിൽഡിംഗ് പർപ്പസിലേക്ക് വരുമ്പോഴത്തേക്കും ഡെക്ക യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഡെക്ക യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒപ്പം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത്. ഡെക്ക മാത്രമായിട്ടാണ് ഒരാൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മസിൽ ബിൽഡിംഗ് എന്നുള്ള ലെവലിലേക്കൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ അങ്ങനെ ഡെക്ക മാത്രമായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. ഡെക്ക മാത്രമായിട്ട് യൂസ് ചെയ്തിട്ട് അതിനകത്ത് അത്രയും ബെനിഫിറ്റ്സ് സത്യം പറഞ്ഞാൽ മസിൽ ബിൽഡിംഗ് ലെവലിൽ കിട്ടാറില്ല. അപ്പോൾ പിന്നെ കുറച്ച് സൈഡ് എഫക്ട്സും ഉണ്ട്, കുറച്ച് കൂടുതൽ സൈഡ് എഫക്ട്സ് ഉണ്ട് വേണമെങ്കിൽ നമ്മൾ പറയാം. അപ്പോൾ ഡെക്ക മാത്രമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നോർമലി ഈ പറയുന്ന പോലെ 200 മുതൽ 500 mg വരെ വീക്കിൽ വരുന്ന രീതിയിൽ ആൾക്കാർ യൂസ് ചെയ്യും. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ ഡോസേജും എത്ര നാൾ ഉപയോഗിക്കുന്നുള്ളത് അവരുടെ ഗോൾ റിലേറ്റഡ് ആയിട്ടായിരിക്കും. ചില ആൾക്കാർ 8 ആഴ്ച യൂസ് ചെയ്യും, ചില ആൾക്കാർ 12 ആഴ്ച യൂസ് ചെയ്യും, ചില ആൾക്കാർ അതിൽ കൂടുതൽ യൂസ് ചെയ്യും, ചില ആൾക്കാർ 4 ആഴ്ച വരെയൊക്കെ യൂസ് ചെയ്യും. സോ ഡിപ്പെൻസ് അവരുടെ ആവശ്യം എന്താണ്, അവർക്ക് എത്ര റിസൾട്ട് വേണം, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ആ പറയുന്ന സാധനം. ദെൻ നോർമലി എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെക്ക സ്റ്റാക്ക് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ അനബോളിക് സ്റ്റെറോയിഡ്സും സ്റ്റാക്ക് ചെയ്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് 2 ടൈപ്പ് അല്ലെങ്കിൽ 3 ടൈപ്പ് സ്റ്റെറോയിഡ്സ് ഒരുമിച്ച് യൂസ് ചെയ്യും. നോർമൽ നമ്മൾ കാണുന്ന ഒരു സ്റ്റാക്കിങ്ങിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഡെക്കാ ഡ്യൂറാബിളിനും ടെസ്റ്റോസ്റ്ററോൺ. സോ ഡെക്കാ ഡ്യൂറാബിളിനും ടെസ്റ്റോസ്റ്ററോണും മിനിമം 1:1 റേഷ്യോയിലാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 400 mg ഡെക്ക വീക്കിലി എടുക്കുന്നുണ്ടെങ്കിൽ 400 mg ടെസ്റ്റോസ്റ്ററോണും വീക്കിലി എടുക്കും. ഇതിന്റെ പ്രോബ്ലം എന്താ, ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെക്കാ ഡ്യൂറാബിൾ യൂസ് ചെയ്യുമ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവിൽ നല്ല രീതിയിലുള്ള ഡിക്രീസ് വരാറുണ്ട്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ ഡെക്ക, നമ്മുടെ നേരത്തെ വീഡിയോക്കകത്ത് പറഞ്ഞ ഡെക്ക റിലേറ്റഡ് ആയിട്ടുള്ള പല സൈഡ് എഫക്ട്സിനെ കൂടുതൽ സൈഡ് എഫക്ട്സിലേക്ക് എത്തിക്കാനുള്ള റീസൺ ആകും. അപ്പം അതുകൊണ്ട്
ഒപ്പം ടെസ്റ്റോസ്റ്ററോൺ യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു എന്താ പറയുക ഒരു സംഭവം, ഒരു ട്രാപ്പ് പോലെയാണ്. ടെസ്റ്റോസ്റ്ററോൺ യൂസ് ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രോബ്ലംസ് വേറെ വരും. അപ്പൊ അതുകൊണ്ട് ടെസ്റ്റോസ്റ്ററോൺ ഇതിന്റെ ഒപ്പം 400 mg ഡെക്ക ഉണ്ടെങ്കിൽ 400 mg ടെസ്റ്റോസ്റ്ററോൺ, അല്ലെങ്കിൽ 400 mg കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ. എപ്പോഴും ടെസ്റ്റോസ്റ്ററോൺ 1:1 അല്ലെങ്കിൽ കുറച്ച് കൂടുതലോ ആയിട്ട് തന്നെ നിൽക്കണം, ഇല്ലെങ്കിൽ വേറെ കുറെ പ്രോബ്ലംസ് ഡെക്കയുടെ ഒപ്പം ഉണ്ടാവും. മിക്ക ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ബ്രോ ഒരു ഡെക്ക ഡ്യൂറാബോളിന്റെ സൈക്കിളും ഡയറ്റ് ചെയ്യുമെന്ന് പറയാമോ, അതിനെപ്പറ്റി വീഡിയോ ചെയ്യാമോ? നമുക്ക് വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരാൾക്കാർക്ക് നമുക്ക് അങ്ങനെ ഒരു യൂണിവേഴ്സൽ ആയിട്ടൊരു സൈക്കിൾ നമുക്ക് ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ല. അയാൾ ഇതിന് മുമ്പ് ചെയ്തിരിക്കുന്ന സൈക്കിൾസ് എന്തൊക്കെയാണ്, അതിന് മുമ്പ് അയാളുടെ വർക്കൗട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അയാളുടെ കറന്റ് വർക്കൗട്ട് എങ്ങനെയാണ് പോകുന്നത്, അതുപോലെ തന്നെ ആ ഡയറ്റ് എങ്ങനെയാണ് പോകുന്നത്, ഇപ്പോഴത്തെ ബോഡി കണ്ടീഷൻ എന്താണ്, ഇതൊക്കെ നോക്കി പല രീതിയിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഒരാൾക്ക് സൈക്കിള് ചെയ്തു കൊടുക്കുന്നത്. അതല്ലാതെ നമുക്ക് ചുമ്മാ ഏതെങ്കിലും ഇന്ന് എങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് ഭയങ്കര തെറ്റായുള്ളൊരു കാര്യമാണ് നമുക്ക് അങ്ങനെ ചെയ്യാനുള്ളത്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ രീതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കോമൺ ആയിട്ടൊരു സൈക്കിൾ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നോർമലി ഇതൊക്കെയാണ് ഇതിന്റെ റൂൾസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഡെക്ക ചെയ്യുമ്പോൾ ഡെക്കയുടെ സൈക്കിളിനകത്ത് വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓൺ സൈക്കിൾ തെറാപ്പി. ഓൺ സൈക്കിൾ തെറാപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. PCT, ഡെക്ക അല്ലെങ്കിൽ ഏതൊരു കോമ്പൗണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ചെയ്യേണ്ട സൈക്കിളാണ് ഓൺ സൈക്കിൾ തെറാപ്പി. അത് നമ്മുടെ നോർമൽ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ ഓക്കെ ആക്കാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ ഓൺ സൈക്കിൾ തെറാപ്പി നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടാവും ഡെക്ക അല്ലെങ്കിൽ ഇതുപോലുള്ള കോമ്പൗണ്ട്സ് യൂസ് ചെയ്യുമ്പോൾ. ഓൺ സൈക്കിൾ തെറാപ്പിക്കകത്തും നമുക്ക് ഏത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻസ് ആ ആളുടെ കറന്റ് മെഡിക്കൽ, അയാൾ എന്തൊക്കെ മെഡിസിൻ എടുക്കുന്നുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം അയാൾക്ക് BP കൂടുതലാണെങ്കിൽ BP റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഉള്ള മെഡിക്കേഷൻസ് ഒപ്പം കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അയാൾക്ക് പ്രൊജസ്ട്രോൺ കൂടുതലാണെന്നുണ്ടെങ്കിൽ പ്രൊലാക്റ്റിൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഓൺ സൈക്കിൾ തെറാപ്പിക്ക് അതിനനുസരിച്ചുള്ള സംഭവം ചെയ്യേണ്ടി വരും. അങ്ങനെ ഓർഗൻ ഹെൽത്ത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, സോ അതും ഒരു ട്രെയിനർ, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനറുടെ അണ്ടറിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതെല്ലാം നോക്കി മനസ്സിലാക്കി വേണം നിങ്ങൾക്ക് ഓൺ സൈക്കിൾ തെറാപ്പി ചെയ്യാനായിട്ട്. അതല്ലാതെ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ലിവർ സപ്പോർട്ടിനുള്ള ടാബ്ലറ്റ്, കുറച്ച് വൈറ്റമിൻസ്, അത് ഇതൊക്കെ. ഇത് കൂടാതെ ഇതിന്റെ ഒരു പ്രോപ്പർ ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ കുറെ കാര്യങ്ങളും കൂടെ അതിനകത്ത് വരും. ഓൺ സൈക്കിൾ തെറാപ്പി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പോസ്റ്റ് സൈക്കിൾ തെറാപ്പി പാർട്ട് 1 ഞാൻ പറഞ്ഞതാണ് പോസ്റ്റ് സൈക്കിൾ തെറാപ്പിനെ പറ്റി. സോ ഇതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് സൈക്കിൾ തെറാപ്പി നമ്മൾ HCG അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് നോർമലി. പക്ഷെ അത് ഡെക്ക ഡ്യൂറാബോളിനകത്ത് അത് എത്രത്തോളം വർക്ക് ആകുന്നുള്ളത് കുറച്ചൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ഡെക്ക ഡ്യൂറാബോളിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടെസ്റ്റോസ്റ്ററോണിന്റെ സപ്രഷൻ കുറച്ച് കൂടുതൽ നാളുകളിലേക്ക് നിൽക്കും. നമ്മൾ ചിലപ്പോൾ HCG ഒക്കെ യൂസ് ചെയ്താലും ദെൻ ആ പോസ്റ്റ് സൈക്കിൾ തെറാപ്പി സ്റ്റോപ്പ് ചെയ്യുന്നതിൽ പിന്നെയും സപ്രഷനിലേക്ക് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഡെക്ക നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കാലത്തേക്ക് ടെസ്റ്റോസ്റ്ററോണിന്റെ സപ്രഷൻ ഫീൽ ചെയ്യേണ്ടതായിട്ട് വരും. അത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. പയ്യെ അത് ഓക്കെ ആയിട്ട് വരും. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം TRT ചെയ്ത് ഇത് ഓക്കെ ആക്കി അങ്ങനെ കുറെ നാൾ കൊണ്ട് ഇത് ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. റിവേഴ്സബിൾ ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ടേക്സ് ടൈം. അതാണ് PCTനെ പറ്റി ഡെക്ക ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്. നോർമൽ കോമൺ സ്റ്റാക്കുകൾ ഏതൊക്കെയാണെന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഡെക്ക ഡ്യൂറാബോളിൻ പ്ലസ് ടെസ്റ്റോസ്റ്ററോൺ ചെയ്യും. എങ്ങനെയാണ് ടെസ്റ്റോസ്റ്ററോണിന്റെ റേഷ്യോ തന്നെ ഞാൻ പറഞ്ഞു. ദെൻ ഓഫ് കോഴ്സ് ഡെക്ക ഡ്യൂറാബോളിൻ പ്ലസ് ടെസ്റ്റോസ്റ്ററോൺ, അതിന്റെ ഒപ്പം തന്നെ ഡീബോളും കൂടെ യൂസ് ചെയ്ത് ഇത് പാർട്ട് 1 നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വാട്ടർ റിട്ടൻഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട് ആൾക്കാർ. ഇതിന്റെ എല്ലാം ഡോസേജും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വാട്ടർ റിട്ടൻഷൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇത് സൈക്കിള് എത്ര ഡോസേജ് വരുന്നുള്ളത് ചെയ്യുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നോർമലി ഇഞ്ചെക്റ്റബിൾ ആയിട്ട് ചെയ്യുന്നതാണ് ഡെക്ക ഡ്യൂറാബോളിനും എക്കിപ്പോസും, മറ്റേ ബോൾഡിനോ, ഇതൊക്കെ ഇത് രണ്ടും മിക്സ് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ പ്രിമാബോളനും ഡെക്ക ഡ്യൂറാബോളിനൊക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. സോ ഇത് ഡിപ്പെൻസ് ആൾക്കാരുടെ കണ്ടീഷൻ. ചിലപ്പോൾ കുറെ നാൾ ബോഡി ബിൽഡിംഗ് ചെയ്തിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രിമൈൻ ഈ പറയുന്ന ഡെക്കയൊക്കെ വെച്ച് ബിഗിനർ ലെവലിലാണെന്നുണ്ടെങ്കിൽ വേറെ രീതിയിലായിരിക്കും കോഴ്സ് വരുന്നത്. അങ്ങനെ പല ആൾക്കാരിലും പല രീതിയിലായിരിക്കും കോഴ്സ് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഡെക്ക യൂസ് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന കാര്യങ്ങൾ. ഇതിനൊരു പ്രോപ്പർ യൂണിവേഴ്സൽ സൈക്കിൾ അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ കറന്റ് കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്താണ് ഒരു അനബോളിക് സ്റ്റിറോയിഡ് സൈക്കിൾ ഡിസൈൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒരിക്കലും ഈ വീഡിയോ പറയുന്നത് എന്താ പറയുക, ഇത് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊമോഷനോ അതൊന്നുമല്ല. നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ ഇതുപോലുള്ള സബ്സ്റ്റൻസുകൾ അബ്യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇത് ശരിയായ രീതിയിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഓഫ് കോഴ്സ് ഇഷ്ടംപോലെ ആൾക്കാർ ബോഡി ബിൽഡിംഗ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് 90% ആൾക്കാരും
ഇത് ഭയങ്കര അബ്യൂസാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഈവൻ പ്രോപ്പർ രീതിയിൽ യൂസ് ചെയ്താൽ പോലും ദർ വിൽ ബി സൈഡ് എഫക്ട്സ്. അപ്പോൾ ഇത് അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അബ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ബേസിക് നോളജ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയുടെ കോർ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്തായാലും യൂസ് ചെയ്യാണ്ടിരിക്കുക, ദാറ്റ്സ് നിങ്ങളുടെ ചോയ്സ്. സോ അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ശരിയായ രീതിയിൽ ചെയ്യാൻ നോക്കുക. ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഇതിനു മുമ്പ് ഉള്ള വീഡിയോസ്, ഇതിനു മുമ്പ് ഇപ്പോൾ സ്റ്റെറോയിഡ് സൈക്കിൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ട സൈക്കിൾസിന്റെ മുമ്പുള്ള എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം, അതുപോലെ PCTയുടെ ബേസിക് ഡീറ്റെയിൽസ്, മറ്റു കോമ്പൗണ്ട്സുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോസ് എല്ലാം കണ്ടു നോക്കാം. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും വേണ്ടി താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുള്ള ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.